ഇന്ന് നമുക്ക് ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഗാർലിക്കും അതുപോലെ ജിഞ്ചറും 1 ടേബിൾ സ്പൂണാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കറി ലീവ്സ് ആവശ്യത്തിന് എടുക്കുക. മുളക് 2-3 എണ്ണം ആഡ് ചെയ്യാവുന്നതാണ്. കടുക് 1/4 ടീസ്പൂൺ. അതുപോലെ വിനാഗിരി 4 to 5 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ കായം നമ്മൾ ഇവിടെ 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 ഗ്രീൻ ആപ്പിളാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആപ്പിൾ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ എണ്ണയും നമ്മൾ എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ പാൻ ചൂടായി വരുമ്പോഴത്തേക്കിന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ആ കടുക് നമ്മൾ എടുത്ത് വെച്ചത് അങ്ങോട്ട് ഇടുക. അതൊന്ന് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ കരിവേപ്പിലയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊടി വർഗ്ഗങ്ങൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ആഡ് ചെയ്യുക. പിന്നെ ചെറുതായിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മുളക് പൊടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം ഇത്. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഗ്യാസ് നല്ലതായിട്ട് ലോ ആക്കുക, അല്ലെങ്കിൽ നിർത്താവുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതൊരു നല്ലതായിട്ടൊരു എല്ലാ പീസയിലും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിവിടെ 1/2 ടീസ്പൂൺ കായം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് ആവശ്യത്തിനാണോ അല്ലയോ എന്നറിയാം. അതിനനുസരിച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.